കുണ്ടിക്കുത്തിന് വീണെല്ലാം കിട്ടണല്ലോ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് തോട്ടിൻ്റെ കരയിൽ കൂടെ. ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂട്ടറിൽ ഇത് കണക്കുള്ള ഒരു ഓഫ് റോഡ് ചെയ്യുന്നത്. ഓഫ് റോഡാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേങ്കിൽ റിസ്ക്കി ആയിട്ടുള്ളൊരു വഴി കൂടെ നമ്മൾ ഇതാ ഈ മന്ദം വഴികളിലൂടെ നമ്മൾ ഓടിച്ചു പോകുന്നു. അതാ അവിടെ ഒരു പോസ്റ്റ്. ഹെൽമെറ്റ് ഓരഞ്ചിടിച്ച് പാസച്ചൻ ഇതൊരു വഴിയുണ്ട്, അത് വേണം. വീഡിയോ എടുത്താ ഓണാക്കിയാ എടേ, ഇത് തോടിൻ്റെ കര. നീ എന്തിനു ടെൻഷൻ അടിക്കണ? ഇങ്ങനെയൊന്നും വിളിക്കല് വണ്ടിക്കകത്തുന്നുണ്ട്. അണ്ട അവിടെ നമ്മൾ ചെറിയ വഴി കൂടെ വന്നിട്ട് വലിയ വഴി ഇറങ്ങിയണ്ട. അതാണ് ദൈവം പറയുന്നത്, നിങ്ങൾ അപകടകരമായ പാതകളിലൂടെ പോകൂ, നിങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്തും. നമുക്ക് ഇവിടെ നിന്ന് എവിടെയാണ് വിജയത്തിലെത്തണമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് എവിടെയാണ് വിജയത്തിലെത്തണമെന്ന് നോക്കാം. ഇത് ഇന്ന് യൂട്യൂബ് വീഡിയോകളാണിത്. നമ്മളെ ആദ്യത്തെ വീഡിയോ കേട്ടാ, നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. നോക്കുഴി, ഡോണ്ട് മേക്ക് പാനിക്. നമ്മൾ 5-6 ദിവസം മുന്നേ ടയർ മാറ്റിയോണ്ട് കൊള്ളാം. ടയർ മാറ്റി ഉടനെ അത് തേച്ച് കൊടുക്കും. നമ്മളെ വണ്ടി നമ്മളെ ടയർ നമ്മൾ മുതലാക്കി. ഇതെവിടെ ചെയ്തേ കണ്ടിട്ടില്ലല്ലേ വഴി? അമ്പലത്തി നമ്മൾ നേരെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ നമ്മള് അത് പൊക്കിയെടുത്തു. എൻ്റെ കാലം തടഞ്ഞിട്ട് തന്നെ ഇവിടെ പൊക്കി വെച്ചോണെങ്കിൽ എൻ്റെ അത് നമ്മൾ നേരത്തെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടേ ഒരു വഴി കണ്ടില്ലായിരുന്നാ? നമ്മൾ ഞാൻ സൈക്കിളിട്ടിട്ട് പോവാന്ന്. ആ വഴിയിലാണ് തോന്നുന്നത്. കാരണം അത് ആദ്യം തന്നെടേ വേണ്ട. എന്നിട്ട് നമ്മൾ ദൂരെല്ലാം ഒന്ന് കയറിയിട്ട് പോയത് ഓർമ്മണ്ട? ഞാൻ പറഞ്ഞ് അതുകൊണ്ട് എൻ്റെ താഴെ കൂടെ കിടക്കുന്ന വഴി കൂടെ ഇതിലേ പോവാന്ന് പറഞ്ഞിട്ട് നമ്മള് പോയില്ല. അത് കൊടോ കനാല് കലങ്ങ് ഞാൻ എൻ്റെ മുകളിൽ കയറാൻ പോകുന്നു. ഫുൾ ടൈറ്റ് ദേവിയേ കുണ്ടി കുത്തി വീഴാതെ രക്ഷപ്പെട്ടേ. നമുക്കിനി ഇതുവഴി അങ്ങ് വീട്ടിൽ പോവാം. ഇതുവഴി ടയറുണ്ട്, അതുകൊണ്ടല്ലേ വിടുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്യണം. ഇന്ന് ഇത് അപ്ലോഡ് ചെയ്ത് നമുക്ക് വൈറലാക്കണം ഈ വീഡിയോ. ആദ്യത്തെ വീഡിയോ വൈറലാക്കണം. അത് ആരെങ്കിലും കണ്ടാലല്ലേ വൈറലാവുള്ളൂ. അതാര് കാണും? ആരെങ്കിലും കാണട്ടെ. ആരെങ്കിലും കാണുമെന്ന വിശ്വാസത്തിൽ നമുക്കിത് അപ്ലോഡ് ചെയ്യാം. അടുത്ത തോട്ടിൻ്റെ കരയിലെത്തി. നമ്മൾ രാവിലെ വന്ന് ഈ പാലത്തിലല്ലേ നിന്നിട്ട് പോയത്. കൊള്ളാല്ലേ, നല്ല ഏരിയ അല്ലേ കാണാൻ. വെരി ഫുഡ് വെരി ബ്യൂട്ടിഫുൾ ഏരിയ. ഹലോ ഗൈസ്, നിങ്ങൾ ഇതുപോലെ വെള്ളം കെട്ടി കണ്ടിട്ടുണ്ടോ? ഇതാരും കെട്ടി നിർത്തിക്കുന്നതല്ല, മഴ പെയ്ത് സ്വന്തമായിട്ട് തന്നിഷ്ടത്തിന് കെട്ടിയിരിക്കുകയാണ്. കണ്ടോ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ആരെങ്കിലും ഇതാണെങ്കിൽ ചൂണ്ടയിട്ട് പോയൊക്കെ കണ്ടിട്ടുണ്ടോ? അത് ഈ തോട്ടിൽ ഐ ഡോണ്ട് നോ ബട്ട് ഈസ് ബ്യൂട്ടിഫുൾ. വീഡിയോ എടുത്തേക്കാണ്. അങ്ങനെ ഇരിക്കൂ. അത് കുത്താൻ കണക്കണ്ടല്ലോ എന്നാ, പക്ഷേ അത് കുത്തിയില്ല. വിരിച്ചു വെച്ചേക്കണേ. എവിടെ വഴിയുണ്ട്? വാട്ട് എ ബ്യൂട്ടിഫുൾ വഴി. എന്ത് ചെയ്ത്? ആ ഇതന്നെ കാണുന്നു. ഇതിൽ പോയാലേ
അതൊന്നും നമുക്ക് ഈ വലിയ വഴി കൂടെ പോകാം. വഴി പോവാം. ദാറ്റ് ഈസ് ഓക്കെ. ട്രിപ്സുള്ള ഇതിലൊന്നും പോകാൻ പറ്റില്ല. അയ്യോ ശരി എന്നെ വിളിച്ചോണ്ടല്ലായിരുന്നല്ലേ വീട്ടിനെ. എന്നാ പിടി പിടി ഇറക്കി പെട്ടെന്ന് പിടി. എൻ്റെ ഹാൻഡിൽ പിടിക്കാമല്ലോ. കാലൊന്നല്ലേ നീ കാലൊന്നും എൻ്റെ പാൻറ്റിൽ ചെളിയാവും. നീ നിന്റെ കാലൊന്നും അത് വീരായിരിക്കാൻ എനിക്കറിയാമല്ലോ. വേണ്ട ഇതിപ്പായാലും പിടിച്ചിട്ട് പോണ്ടേ അങ്ങോട്ട്. പേടിയാണോ? ഇങ്ങോട്ട് റെഡിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നേരെ ഒന്ന് കാരണം കിഴക്കുമ്പോഴാണ് മറ്റേ ബൗണ്ടർ മുക്കിലാണ്. ഇവിടെ നിന്ന് 2 വഴിയായിട്ട് തിരിയുന്നല്ലോ. നമുക്ക് തിരുതിരി ദേവിനെ നോക്കണോ? വേണ്ട, അത് വീട്ടിൽ പോകണ വഴിയാണ്. അയ്യോ ഇതില്ല. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ക്യാമറയുടെ വർക്കിനെ. കാക്കയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിനെ കൊണ്ട്. ഇവിടെയാണ് വന്നിട്ട്. ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോകണോ? തിരിച്ചു പോകണോ? റബ്ബർമല ഇത് റോഡ് വഴി പോകണ വഴിയാണ്. നമുക്ക് പോകണ വഴി വയൽ വഴി തന്നെ പോയാൽ പോരെ. വിത്ത് ഓഫ് റോഡ്. യു ലൈക്ക് ഇറ്റ്? ഓ ഇങ്ങോട്ടുള്ള ഏരിയ മൊത്തം റബ്ബർ ഏരിയയാണ്. നമ്മുടെ പഴയ വീട്ടിൻ്റെ അവിടെ 4 ചുറ്റും റബ്ബറിൻ്റെ ഇടയിലാണ് നമ്മുടെ വീട്. അതുകൊണ്ട് എന്താ ഇഷ്ടംപോലെ കരുവണ്ടുണ്ടായിരുന്നു. എത്ര മിനിറ്റായി? വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്നും ചിന്തിക്കാതെ ഒറ്റ മൈൻഡ് അപ്പോഴേ അപ്ലോഡ് ചെയ്യണത്. ഈ പറയണെന്ന് എൻ്റെ കിട്ടൂലേ? കിടക്കട്ടെ ആദ്യത്തെ വീഡിയോ വൈറലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേ സൂം ഔട്ട് ആക്കിയിട്ട് എല്ലാം കിട്ടണം. 6 എൻ്റെ തലയുടെ കാണിക്കുന്നത് വഴിയില്ല. ഇത് ബൗണ്ടർ മുക്കിച്ച്